ആരാണ് ആ ആളുകൾ? അതിൽ തന്നെയാണ് ഈ നാസ്തിക ദൈവങ്ങൾ മിണ്ടാതിരിക്കാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം നമ്മൾ കാണുന്നത്. അതിൽ ഈ നാസ്തിക ദൈവങ്ങൾ ദൈവങ്ങളായി കാണുന്ന കുറെ ആളുകളുണ്ടല്ലോ, അല്ലെ? നിയോ എത്തീസത്തിന്റെ നവനാസ്തികതയുടെ കുതിരപ്പടയാളികൾ എന്ന് അവർ തന്നെ വിളിക്കുന്ന വളരെ പ്രധാനപ്പെട്ട റിച്ചാർഡ് ഡോക്കിൻസ്, അതേപോലെ തന്നെ ലോറൻസ് ക്രോസിനെ പോലെയുള്ള സ്റ്റീവ് പിങ്കറിനെ പോലെയുള്ള ഒരുപാട് ആളുകൾ ഈ ഫയൽസിൽ അവരുടെ പേരടക്കമുണ്ട്. അവർ ഈ എപ്സ്റ്റീനുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിൽക്കുന്ന ഫോട്ടോകളടക്കം പുറത്തു വരികയാണ് എന്ന് മാത്രമല്ല, അവർ ഈ പറഞ്ഞ കാര്യങ്ങളെ ന്യായീകരിക്കുന്ന അവസ്ഥ വരെ ഉണ്ടാവുന്ന അവസ്ഥ നമ്മൾ കാണുകയാണ്. ഇതിൽ ഏറ്റവും പ്രധാനമായിട്ട് ലോറൻസ് ക്രോസ് മുമ്പേ തന്നെ ചില വിവാദങ്ങളിൽ പെടുകയും ഇത്തരത്തിലുള്ള കാര്യങ്ങളെ ന്യായീകരിക്കുകയും അതിൽ, അതായത് ലൈംഗിക അധിക്ഷേപം അല്ലെങ്കിൽ റേപ്പ് പോലെയുള്ള കാര്യങ്ങൾ ആരോപിക്കപ്പെടുകയും അതിന് ന്യായീകരിക്കാൻ വേണ്ടി എന്ത് മറുപടി കൊടുക്കും എന്ന് ലോറൻസ് ക്രോസ് ബന്ധപ്പെടുന്നത് ആരെയാണ്? ഈ ജെഫ്രി എപ്സ്റ്റീനെയാണ്. അതായത് എനിക്കെതിരെ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ടായിട്ടുണ്ട്, ഞാനൊരു ലൈംഗിക അധിക്ഷേപം ചെയ്തതിൻ്റെ പേരിൽ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു പീഡനം ചെയ്തതിൻ്റെ പേരിലുള്ള ഒരു ആക്ഷേപം ഞാൻ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. അതിന് 9 പേജോളം വരുന്ന ഒരു വിശദീകരണം കൊടുക്കുമ്പോൾ ആ വിശദീകരണം ഈ ലോറൻസ് ക്രോസ് എന്ന് പറയുന്ന, ഇത് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം, ലോറൻസ് ക്രോസ് എന്നൊക്കെ പറഞ്ഞാൽ നാസ്തികതയ്ക്ക് വേണ്ടി വലിയ ശാസ്ത്രജ്ഞനാണ് എന്ന് പറഞ്ഞുകൊണ്ട് പുസ്തകം എഴുതിയ, ഡിബേറ്റ് നടത്തിയ ഹംസ പോലെയുള്ള ആളുകളുള്ള ഡിബേറ്റൊക്കെ മില്യൺ കണക്കിന് ആളുകളാണ് കണ്ടിട്ടുള്ളത്. ഇങ്ങനെയുള്ള വ്യക്തികളാണ് എന്ത് ചെയ്യുന്നത്? ഈ പറഞ്ഞ എപ്സ്റ്റീനുമായി ബന്ധപ്പെട്ടുകൊണ്ട് മാത്രമല്ല, ഈ ലോറൻസ് ക്രോസിന് സപ്പോർട്ടുമായി വരുന്നത് ആരാണ്? റിച്ചാർഡ് ഡോക്കിൻസ് ആണ്, അല്ലെ? റിച്ചാർഡ് ഡോക്കിൻസിന്റെ മുമ്പേ നമ്മൾ കണ്ടിട്ടുണ്ടാവും മൈൽഡ് പീഡോഫീലിയ അടക്കം ന്യായീകരിക്കുന്ന അവസ്ഥ വരെ റിച്ചാർഡ് ഡോക്കിൻസിന്റെ ഭാഗത്ത് നമുക്ക് കാണാൻ സാധിക്കും. മറുഭാഗത്ത് ലോറൻസ് ക്രോസ് ആണെങ്കിൽ ഹംസോർസിസുമായിട്ടുള്ള ഡിബേറ്റിൽ ഇൻസെസ്റ്റ് അത് തെറ്റാണെന്ന് പറയാൻ പറ്റൂല. Why is incest wrong? It's not clear to me that it's wrong. Okay. It's clear to me. There's no. എന്ന് വരെ പറയേണ്ടുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിയതൊക്കെ നമ്മൾ കണ്ടാണ്. ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്ന ഒന്നാമത്തെ ഒരു കാര്യം, ഈ നാസ്തികരായ ആളുകൾ, അതിൽ ഏതെങ്കിലും നാസ്തികരായ ആളുകളായതുകൊണ്ടല്ല, മറിച്ച് കൃത്യമായി അതിൻ്റെ വലിയ ധാർമ്മികതയും അതുപോലെ തന്നെ അതിൻ്റെ ലോകവീക്ഷണമൊക്കെ വിശദീകരിക്കുന്ന ആളുകൾ തന്നെ ഇമാതിരി ആഭാസങ്ങളുടെ നടുവിലാണ് ജീവിക്കുന്നത്, അല്ലെങ്കിൽ ആഭാസങ്ങൾ ചെയ്തുകൊണ്ടാണ് ജീവിക്കുന്നത് എന്ന് അറിയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒന്നാമത്തെ പോയിന്റ്, നമ്മൾ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം, ധാർമ്മികതയ്ക്കൊരു മാനദണ്ഡമില്ലെങ്കിൽ എന്തിനേയും ന്യായീകരിക്കാൻ പറ്റും.